ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലയാലി ലുബ്നാൻ എന്നൊരു അറബിക് ഡെസേർട്ടാണ്. റവ വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു വലിയ പാനിലേക്ക് അതിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ്. ഇനി നമുക്കിതിലേക്ക് 4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം 2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള 2 കപ്പ് പാലും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ പാലും റവയും കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ട് വേണം അതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം വളരെ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പരുവം ആവുന്നവരെ ഇതിനെ കുറുക്കിയെടുത്താൽ മതിയാവും. നമുക്കിനി ഇതിനെ ഒരു ട്രേയിലേക്ക് മാറ്റണം. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റാം. നമ്മൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ട്രേയിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് റവ വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുല വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. ഇതിൻ്റെ ടോപ്പിംഗ് ഒക്കെ റെഡിയായി വരുന്നത് വരെ നമുക്ക് ഇതിനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് സ്റ്റിഫ് പീക്കായിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ വെച്ചിട്ടുള്ള ലെയറിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഞാനിപ്പോൾ ഈ ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ചതും അതുപോലെ തന്നെ ബദാം ചോപ്പ് ചെയ്തെടുത്തതും എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് എഡിബിൾ റോസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. ഓൾറെഡി ഇതിന് ചെറിയ മധുരം ഉണ്ടാവും, എങ്കിലും ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.